നീ എവിടെയാ? ഓട്ടം വിളിച്ചിട്ട് അരമണിക്കൂറായല്ലോ. ഒന്ന് പെട്ടെന്ന് വാ. ശരി. പ്രേമ, മോന് വീണ്ടും പ്രശ്നം തുടങ്ങിയെന്ന് ഗോപനാ പറഞ്ഞത്. അതെ മാഷെ, 2-3 മാസം ഇച്ചിരി സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും തുടങ്ങി. ചികിത്സക്ക് പോകാൻ ഇറങ്ങുക. നന്നായി. ഏത് ആശുപത്രിയിലേക്കാ? ആശുപത്രിയിലല്ല, ഒരു സിദ്ധന്റെ വീട്ടിലേക്കാ. സിദ്ധന്റെ വീട്ടിലേക്കോ? അല്ല, മകനാണോ അതോ നിനക്കാണോ മാനസിക പ്രശ്നമുള്ളത്? എന്റെ മാഷെ, നല്ല സിദ്ധിയുള്ള ആളാ. എന്റെ അളിയനാ ഡീറ്റെയിൽസ് തന്നത്. ഓഹോ, അപ്പൊ നിന്റെ അളിയനും വട്ടാണോ? അതെന്താ മാഷെ അങ്ങനെ ഒരു വർത്തമാനം? പിന്നെ എങ്ങനെ പറയണം? എടോ, ഇത് 2025, 1825 അല്ല. ഈ കാലത്തും ഒരു മാനസികാരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മന്ത്രതന്ത്രങ്ങളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ വിളിക്കേണ്ട വാക്ക് വേറെയാ. മര്യാദയ്ക്ക് മകനെ ആശുപത്രി കൊണ്ടുപോ. പഴയ ചൂരൽ എന്നെ കൊണ്ട് വീണ്ടും എടുപ്പിക്കരുത്, കേട്ടല്ലോ. ആധുനിക മനഃശാസ്ത്ര ചികിത്സാ സംവിധാനങ്ങൾ ഇത്രയും പുരോഗമിച്ച കാലത്തും നമ്മളിൽ പലരും മാനസിക പ്രശ്നങ്ങൾ ശമിപ്പിക്കാൻ മന്ത്രവാദത്തെ ആശ്രയിക്കുന്നു. ഫലപ്രദമായ ചികിത്സയും ഔഷധരഹിത തെറാപ്പികളും നമ്മുടെ കയ്യെത്തും ദൂരെ സജ്ജമാണെന്നിരിക്കെ നമ്മൾ ഇനിയും നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് നടക്കുന്നത് എന്തിന്? ലെറ്റ് us ചേഞ്ച്.